പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയരെ, മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചുവെന്ന്, എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവെന്ന്, മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും മരണവും എങ്ങനെ മനുഷ്യജീവിതത്തിൽ സ്ഥാനം പിടിച്ചുവെന്ന് വചനം പറയുന്നു. സഭാപ്രസംഗകൻ 7:29. ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങളെല്ലാം അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. ജ്ഞാനം 2:23-24. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്കു വേണ്ടി സൃഷ്ടിച്ചു. തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. ജ്ഞാനം 4:20. തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായി എത്തും. അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ മുഖത്തു നോക്കി കുറ്റപ്പെടുത്തും. സഭാപ്രസംഗകൻ 12:7. ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും. ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. സഭാപ്രസംഗകൻ 12:13-14. ദൈവഭയമുള്ളവനായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. മനുഷ്യൻ്റെ മുഴുവൻ കർത്തവ്യവും ഇതുതന്നെ. നല്ലതോ ചീത്തയോ ആയ ഏതു പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും. യെശയ്യാ 2:22. മനുഷ്യനിൽ ഇനി വിശ്വാസമർപ്പിക്കരുത്, അവനൊരു ശ്വാസം മാത്രം, അവൻ എന്തു വിലയുണ്ട്. സങ്കീർത്തനം 62:9. മർത്യൻ ഒരു നിശ്വാസം മാത്രം, വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോവും, അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ്. പ്രിയ ദൈവമക്കളെ, നിന്റെ ഓരോ ശ്വാസത്തിലും മരണത്തിൻ്റെ ഗന്ധവുമുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞാൽ ജ്ഞാനിയാകും. നിന്റെ ഓരോ ചിരിയിലും മരണത്തിൻ്റെ കരച്ചിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന തിരിച്ചറിവ് വേണം. നിന്റെ ഓരോ ഹൃദയമിടിപ്പും മരണത്തിലേക്കുള്ള പാസ്വേഡാണെന്നുള്ള അറിവ് നിന്നെ വിവേകിയാക്കും. നിന്റെ ഓരോ ചുവടുവയ്പും നിത്യവിശ്രമത്തിലേക്കാണ് നയിക്കുന്നതെന്നും ഓരോ യാത്രയും 6 അടി മണ്ണിലേക്കാണ് നിന്നെ എത്തിക്കുകയെന്ന് തിരിച്ചറിഞ്ഞാൽ നീ നല്ലവനും ബുദ്ധിമാനും നന്മ ചെയ്യുന്നവനുമാകും. നിന്റെ ഓരോ ഉറക്കവും നിത്യമായ ഉറക്കത്തിൻ്റെ റിഹേഴ്സലാണെന്ന സത്യം നിന്നെ ദൈവികനാക്കും. മരണത്തെയും പിശാചിനെയും പരാജയപ്പെടുത്തി മനുഷ്യജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിലെത്തിക്കും. അവർക്കും മരണം നിത്യതയിലേക്കുള്ള സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള കവാടമാണ്. മർത്യനെങ്കിലും നീ അമർത്യനാണ് എന്ന സ്വർഗീയ സന്ദേശം വിളംബരം ചെയ്ത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ ആഘോഷമായ ക്രിസ്തുമസിന്, ഈശോയുടെ പിറവിത്തിരുനാളിന് ഒരുങ്ങാം. ദൈവമക്കളെ, സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും കർത്താവിനെ പാടി സ്തുതിക്കാം. സങ്കീർത്തനം 104:33. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടും. ആയുഷ്കാലം അത്രയും ഞാൻ എൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.